ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ സുരക്ഷാ സേനയും മാവോവാദികളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 2 ജവാന്മാർ വീരമൃത്യു വരിച്ചു. 31 മാവോവാദികളെ വധിച്ചതായും വൻ ആയുധശേഖരം പിടിച്ചെടുത്തതായും സുരക്ഷാ സേന അറിയിച്ചു. പരിക്കേറ്റ 2 ജവാന്മാരെ വിദഗ്ധ ചികിത്സയ്ക്കായി വ്യോമമാർഗം റായ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഞായറാഴ്ച രാവിലെ ബീജാപൂരിലെ ഇന്ദ്രാവതി നാഷണൽ പാർക്കിലെ വനത്തിനുള്ളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. സുരക്ഷാ സേന തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായതെന്ന് ബസ്തർ റേഞ്ച് IG പി സുന്ദർരാജ് പറഞ്ഞു. 31 മാവോവാദികളുടെ മൃതദേഹവും AK-47, ഇൻസാസ് റൈഫിൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവയടക്കം വൻ ആയുധശേഖരവും കണ്ടെത്തി. കൂടുതൽ ജവാന്മാരെ വിന്യസിച്ചതായും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും IG വ്യക്തമാക്കി. വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായ് ജവാന്മാരുടെ ജീവത്യാഗം വെറുതെയാകില്ലെന്നും സംസ്ഥാനത്തെ ബാധിച്ച മാവോവാദമെന്ന അർബുദത്തെ തുടച്ചു നീക്കുമെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിൽ ഈ വർഷം മാർച്ചിനുള്ളിൽ മാവോവാദികളെ തുടച്ചു നീക്കുമെന്ന് വിഷ്ണുദേവ് സായ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബീജാപൂരിൽ ഒരാഴ്ച മുൻപുണ്ടായ ഏറ്റുമുട്ടലിൽ 8 മാവോവാദികൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ വർഷം ബസ്തർ ഡിവിഷനിൽ മാത്രം 2 മാസത്തിനിടെ 65 മാവോവാദികളാണ് സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. 11 ജവാന്മാർ വീരമൃത്യു വരിച്ചു. 81 മാവോവാദികൾ ആയുധം വെച്ച് കീഴടങ്ങി. കഴിഞ്ഞ ജനുവരി 6-ന് മാവോവാദികൾ നടത്തിയ IED സ്ഫോടനത്തിൽ 8 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. 2024-ൽ ഛത്തീസ്ഗഡിൽ മാത്രം 219 മാവോവാദികളാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. 2021 ഏപ്രിൽ 3-നുണ്ടായ ഏറ്റുമുട്ടലിൽ 22 ജവാന്മാർ വീരമൃത്യു വരിച്ചു. 2024 ജനുവരി 30-നുണ്ടായ ഏറ്റുമുട്ടലിൽ 3 CRPF ജവാന്മാരും വീരമൃത്യു വരിച്ചു. മാർച്ച് 31-നുള്ളിൽ രാജ്യത്തെ മാവോവാദി മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ഒരു ഇന്ത്യൻ പൗരന് പോലും മാവോവാദികൾ കാരണം ഇനി ജീവൻ നഷ്ടമാകില്ല. ദൗത്യത്തിനിടെ വീരമൃത്യു വരിച്ച സൈനികർക്കു മുന്നിൽ രാജ്യം പ്രണാമമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.